മറ്റൊരു കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതുണ്ട്. അതാണ് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വലതുപക്ഷത്തിന് ഒരു പ്രിവിലേജ് ഉണ്ട്. ഒരു പ്രിവിലേജ് ഉണ്ട്. നമുക്ക് ആ പ്രിവിലേജ് ഇല്ല. എന്താണ് പ്രിവിലേജ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പൂർണ്ണ തോതിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ആലപിച്ചു. അതൊരു വാർത്തയായിട്ട് അങ്ങ് പോകും. എന്നാൽ ഡൽഹിയിൽ AKG ഭവന്റെ മുന്നിലാണ് അങ്ങനെ നടക്കുന്നതെങ്കിലോ ഒരു 45 ദിവസം വൈകുന്നേരം ചർച്ച അതായിരിക്കും ടെലിവിഷൻ ചാനലുകൾക്ക്. കോൺഗ്രസിനാണെങ്കിലോ ചിലപ്പോ ഒരു അര ദിവസം ചർച്ച നടക്കും. അതാണ് പ്രിവിലേജ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് കോൺഗ്രസ് വീട് വെച്ചു കൊടുത്തില്ല എന്ന വിഷയം, വഞ്ചനയുടെ പ്രശ്നം ജനങ്ങളുടെ മുൻപാകെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകും. അപ്പൊ ആ ദിവസങ്ങളിൽ എൻ്റെ ഒരു കോൺഗ്രസുകാരനായ സ്നേഹിതൻ എന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കാര്യം നിങ്ങൾ ഇനി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു അതെന്താണ്? അല്ല, ഈ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു അതെന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് കോൺഗ്രസ് പണം പിരിച്ചു, എന്നിട്ട് വീട് വെച്ചു കൊടുത്തില്ല എന്നല്ലേ നിങ്ങൾ എല്ലാവരോടും പ്രസംഗിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും കിട്ടില്ല. കാരണം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പണം പിരിച്ചെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും എന്ന് കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞു അതെങ്ങനെയാണ്, അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം തുടർന്നു, ഞങ്ങൾ ചരിത്രത്തിൽ ഇന്നേ വരെ ദുരന്തമുണ്ടായിടത്ത് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പൈസ പിരിക്കുകയല്ലാതെ വീട് വെച്ചു കൊടുത്തിട്ടില്ല. ആലോചിച്ചപ്പോൾ സത്യമാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ദുരന്തബാധിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ കോൺഗ്രസ് പൈസ പിരിച്ചിട്ട് എവിടെയെങ്കിലും വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അയാൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ വീട് വെച്ച് കൊടുത്താലല്ലേ ജനങ്ങൾ അത് പ്രതീക്ഷിക്കൂ. ഇതാ പ്രതീക്ഷയില്ല. എന്നാ നമ്മളോ? ഇപ്പൊ കുറെ കാലം മുമ്പ് സുനാമി വന്നു അല്ലേ? സുനാമി വന്നു. ആ സുനാമിയിൽ CPIM വെച്ചുകൊടുത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെ പോയാൽ കാണാം 100ഓളം വീടുകൾ ഈ കാലത്തെ എല്ലാം അതിജീവിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. കോൺഗ്രസ് വെച്ച ഒറ്റ വീട് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഗതിയില്ല. പറഞ്ഞത് വെറുതെയല്ല. കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു കേരളത്തിൽ ശ്രീ K. കരുണാകരൻ. കരുണാകരൻ മൺമറഞ്ഞിട്ട് എത്ര വർഷമായി? 4 തവണ ഇതിനോടകം കരുണാകരൻ സ്മാരകം നിർമ്മിക്കാൻ പണം പിരിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പത്രം ഈ കാര്യത്തിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചു, മോഷ്ടിച്ചു. ഒരു പത്രവും മുഖപ്രസംഗം എഴുതിയിട്ടില്ല. ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് എന്നും വൈകുന്നേരം ടെലിവിഷൻ ചാനലിൽ ചർച്ചയല്ലേ? ഏതെങ്കിലും ഒരു ചാനലിൽ ഈ കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യാൻ പോണില്ല. ഇപ്പൊ കേൾക്കുന്നത് K. കരുണാകരൻ സ്മാരകം നിർമ്മിക്കാൻ 5ാം തവണ ഇപ്പൊ പണം പിരിക്കാൻ പോവുകയാണെന്നാണ്. പിരിക്കും. 5ാം തവണ പണം പിരിക്കാൻ കോൺഗ്രസ്സുകാർ വരുമ്പോൾ പൈസ കൊടുക്കുന്ന ആളുകൾക്കറിയാം അടുത്ത കൊല്ലം 6ാം തവണ പിരിവ് വരും എന്നറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പൈസ. വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞവരെ പറ്റിച്ചിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു തറക്കല്ലിടൽ നാടകം നടത്തി എന്ന് നമ്മൾ ജനങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്തു. അപ്പൊ എന്റെ ഈ സ്നേഹിതൻ പറയാണ്, ഞങ്ങൾ സാധാരണ തറക്കല്ലിടാറേയില്ല, ഈ തവണ തറക്കല്ലെങ്കിലും ഇട്ടല്ലോ എന്നാണ് ജനങ്ങൾ. അപ്പൊ അതൊരു പോസിറ്റീവായ കാര്യമാണ് എന്നാണ്. ഇതിന്റെ പേരാണ് പ്രിവിലേജ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുവദനീയമാണ്. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുറച്ച് തട്ടിപ്പ്, കുറച്ച് വെട്ടിപ്പ്, കുറച്ച് അഴിമതി, ഇപ്പോ കുറച്ച് മയക്കുമരുന്ന് കച്ചവടം, കുതികാൽ വെട്ട്, ചേരിപ്പോര്, ഇതെല്ലാം ചേരുന്നതാണ് കോൺഗ്രസ്. അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കള്ളന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഒരു സംഘടനയില്ല, ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും സംഘടനയുണ്ട്. അധ്യാപകർക്ക്, ഡോക്ടർമാർക്ക്,
ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, ചുമട്ടുതൊഴിലാളികൾക്ക്, കച്ചവടക്കാർക്ക് എല്ലാവർക്കും സംഘടന. പക്ഷേ മോഷ്ടാക്കൾക്ക് സംഘടനയുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അഖില കേരള തസ്കര സംഘം എന്നൊരു സംഘം ഉണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ഒരു സംഘം ഉണ്ടായി എന്ന് കരുതുക, സങ്കല്പിക്കുക. സങ്കല്പിക്കാൻ പ്രയാസമില്ലല്ലോ, എന്തെല്ലാം നമ്മൾ സങ്കല്പിക്കുന്നു. മോഷ്ടാക്കൾ ഒരു സംഘടന രൂപീകരിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു സംഘടന ഉണ്ടായാൽ ആ സംഘടനയ്ക്കെതിരായിട്ട് ഈ സംഘടനയിലുള്ള ആളുകൾ മോഷ്ടാക്കളാണെന്ന് വിമർശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ വിമർശനം നിലനിൽക്കില്ല. കാരണം എന്താണ്? അങ്ങനെ ഉള്ളവരെ മാത്രം അംഗങ്ങളാക്കിയിട്ടുള്ള സംഘടനയാണത്. അപ്പൊ ആ കാര്യം വിമർശിച്ചിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടേ പറയാന്ന് പറയും ആളുകൾ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ മോഷ്ടാക്കളുടെ ഒരു ദേശീയ പാർട്ടിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് നമ്മുടെ സമൂഹം അംഗീകരിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, അംഗീകരിച്ചു. മാധ്യമങ്ങളും അത് അംഗീകരിച്ചു. അതൊരു പ്രിവിലേജ് ആണ്. പക്ഷെ ആ പ്രിവിലേജ് നമുക്കില്ല. നമ്മളെ കുറിച്ചോ അവരെല്ലാം അങ്ങനെയല്ലേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ പ്രിവിലേജ് ഇല്ല. കാട്ടുപുല്ലുകൾക്കിടയിലെ കർപ്പൂരമുല്ല എന്ന പോലെ തിന്മയുടെ സ്പർശമേൽക്കാത്ത വിശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഇടതുപക്ഷം നിൽക്കണം എന്നാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾക്കും ചെയ്യാൻ അവകാശമുണ്ടെന്ന് ആരും ചിന്തിച്ചു പോകരുത്. നമുക്ക് അവകാശമില്ല. ഇക്കാര്യത്തിൽ ആരും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ തിന്മയുടെ സ്പർശമേൽക്കാതെ നിൽക്കണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമ്മൾ കരുതിക്കൊള്ളണം. കോൺഗ്രസ് അല്ല നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കേണ്ടവരാണ് എന്ന് നമ്മുടെ സമൂഹം കാണുന്നു. വോട്ട് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്തരം തിന്മകളുടെ സ്പർശമില്ലാതെ ഇടതുപക്ഷം നിലനിൽക്കണമെന്നാണ്. അത് ഇടതുപക്ഷത്തിൽ നാടർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതിഫലനമാണ്. അത് മനസ്സിലാക്കാൻ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, മുൻപോട്ട് പോകാൻ. ചെറിയ പിശകുകൾ പോലും സമൂഹം നമ്മളോട് പൊറുക്കില്ലെന്നും നമ്മുടെ എതിരാളികളെ കാര്യത്തിൽ പ്രിവിലേജ് ഉള്ളവരാണെന്നും മനസ്സിലാക്കുക എന്ന പാഠമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പാഠം. ഞാൻ കൂടുതൽ ദീർഘമായി കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികം ആചരിക്കുന്ന ഈ ദിവസം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ എത്തിയിട്ടില്ലെന്നും ഇപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അവഗണനയിലും കഴിയുന്നവരാണ് ഇന്ത്യയിലെ നല്ലൊരു പങ്ക് മനുഷ്യരെന്നും തിരിച്ചറിഞ്ഞ് അവരുടെ മോചനം യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാവർക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, നിർഭയം അഭിപ്രായങ്ങൾ പറയാൻ, അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ, അവരുടെ താല്പര്യത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ച് തൊഴിൽ ചെയ്യാൻ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കാൻ എല്ലാം കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവുക. ആ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവുന്ന പുലരികൾക്ക് വേണ്ടിയുള്ള സമരം യോജിച്ച് നമ്മൾ നടത്തേണ്ട ഒരു സമരമാണ്. അതോടൊപ്പം വർത്തമാനകാല കേരളീയ സാഹചര്യങ്ങളിൽ വർഗീയതയും വലതുപക്ഷവും കൈകോർക്കുമ്പോൾ കേരളത്തിന്റെ നാളെയെ കരുതി വർഗീയ വലതുപക്ഷ സഖ്യത്തിനെതിരായ പോരാട്ടവും കൂടുതൽ കരുത്തോടെ ഏറ്റെടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഈ യങ്ങിന്റെയും ഒരു പ്രേരകമാവട്ടെ, സഹായകമാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ ഈ സ്വാതന്ത്ര്യദിന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.